കെ കരുണാകരൻ എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂരിൽ പോകുന്ന ഒരു ഭക്തനായിരുന്നു. അദ്ദേഹത്തെ ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്ന് വിളിച്ചിരുന്ന ആളുകൾ പോലുമുണ്ട്. ആ കെ കരുണാകരൻ്റെ മകൻ ഇപ്പോൾ നമ്മുടെ പാർട്ടി സെക്യുലറാണ്, ആ നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്ന് വാദിക്കുന്നു. അതേസമയം അന്ന് പാരലായി കോൺഗ്രസിലുണ്ടായിരുന്ന ഏറ്റവും വലിയ നേതാവ് എ കെ ആന്റണി ആയിരുന്നു. അദ്ദേഹം നിരീശ്വരവാദിയാണെന്നാണ് പൊതുവെ എല്ലാവരും വിശ്വസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ബി.ജെ.പിയിൽ പോവുകയും ചെയ്തു. ഇതിനൊരു കൗതുകമുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് എ കെ ആന്റണി ഒരു പൂർണ്ണ ഭൗതികവാദിയാണെന്ന് ഞാൻ പറയുന്നില്ല. ആദ്യം ഒറ്റ കാര്യമേ പറയാറുള്ളൂ. നിങ്ങൾ വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കാം. എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ ഞാൻ അതിന് വഴങ്ങാൻ തയ്യാറാണ് എന്ന് തമാശ രൂപത്തിൽ അദ്ദേഹം പറയാറുണ്ട്. പക്ഷേ ഓരോരുത്തരെ രാഷ്ട്രീയ നിലപാടുകളുണ്ടാവുമല്ലോ. ആ രാഷ്ട്രീയ നിലപാടുകളായിരിക്കാം ചിലപ്പോൾ അനിൽ ആൻ്റണിയെ ബി.ജെ.പിയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ എന്നാലും അദ്ദേഹം ഒരിക്കലും ആൻ്റണിയാൽ സ്വാധീനിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? അത് ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ ഈ മക്കളൊക്കെ ഒരു പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള മാർഗങ്ങളുണ്ടാവുമല്ലോ. ഇപ്പം ഞാനൊക്കെ പൂർണ്ണമായിട്ട് അച്ഛൻ്റെ നിയന്ത്രണത്തിൽ വളർന്ന ആളാണ്. എ കെ ആണെങ്കിൽ മക്കൾക്ക് കുറേ ഇതിലൊന്നും ഒരു എന്താ പറയേണ്ടത്, പാർട്ടിയുടെ ഇതൊന്നും മക്കളിൽ അടിച്ചേൽപ്പിച്ചിരുന്നില്ല. പക്ഷേ എൻ്റെ പിതാവ് അങ്ങനെയായിരുന്നില്ല. പാർട്ടിയുടെ ആശയങ്ങളിൽ ഞങ്ങൾ വ്യതിചലിക്കാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള ആളായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ടല്ലോ. അല്ലെങ്കിൽ കെ കരുണാകരൻ്റെ രീതി കാരണം അതിൽ സ്വാധീനിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. എ കെ ആന്റണി അങ്ങനെ സ്വാധീനം ചെലുത്തില്ല. അതുകൊണ്ട് അനിൽ ആന്റണി സ്വതന്ത്ര തീരുമാനത്തിനുപരി എലിസബത്ത് ആന്റണി പറഞ്ഞത് അവർ ആലപ്പുഴയിൽ പള്ളിയിൽ പോയി നേർച്ചയൊക്കെ കഴിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ പിന്നെ എ കെ ആന്റണി ഒന്നും പറഞ്ഞില്ല, എതിർത്തൊന്നും പറഞ്ഞില്ലെന്ന്. എ കെ ആന്റണി എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മക്കളോട് അധികം പറഞ്ഞായിട്ട് അധികം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളെ വഴി നോക്കിക്കോളൂ, ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണോ. പക്ഷെ കോൺഗ്രസ് വളരെ ശക്തമായിരുന്നു എങ്കിൽ അങ്ങനെ ആകുമായിരുന്നു. കാരണം അനിൽ ആന്റണി പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ കോൺഗ്രസിൻ്റെ IT സെല്ലിൻ്റെ തലപ്പത്തേക്ക് വന്ന ആളാണ്. അല്ല, അത് അദ്ദേഹത്തിന് പറ്റിയൊരു പാളിച്ചയാണ് അനിൽ ആന്റണിക്ക്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഒരു പാരമ്പര്യം നോക്കേണ്ടതായിരുന്നു. എ കെ ആന്റണിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസ്സുകാരനായിട്ടാണ് കുട്ടിക്കാലം മുതൽക്ക് അദ്ദേഹം ജീവിച്ചത്.